അതൊക്കെ നമുക്ക് കാണാൻ അതിൽ ഉപയോഗിക്കാം. സൗദി അറേബ്യയുടെ 94ാമത് ദേശീയ ദിന ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ദേശീയ ദിനമാണ്. സൗദി അറേബ്യ രൂപം കൊണ്ടിട്ട് 94 വർഷം പൂർത്തിയാക്കുന്ന ഓർമ്മ ദിനമാണെന്ന്. ഇത് പ്രമാണിച്ച് ഈ മാസം 18 ആരംഭിച്ച പരിപാടികൾ ഒക്ടോബർ 2 വരെ തൊട്ട് വിവിധ തരം പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ധീരയിലാണ്. ധീരയിലെ കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിനും ഈ പ്രദേശത്തിനൊക്കെ സൗദി അറേബ്യയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ആഘോഷം അതിൻ്റെ എല്ലാ വിധത്തിലും മുന്നേറുകയാണ്. വിവിധ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ, സൈനിക പരിപാടികൾ, അതുപോലെ റാലികൾ ഇതെല്ലാം രാജ്യത്താകെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഒരു വൈബിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആളുകൾ, വിദേശികളും സ്വദേശികളുമായ ധാരാളം ആളുകൾ ഈ ധീരയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ സൗദി അറേബ്യയിൽ ഏതാണ്ട് വിവിധ ഭാഗങ്ങൾ ആഘോഷം നടക്കുന്ന റിയാദിൽ തന്നെ 18 സ്ഥലങ്ങളാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ദേശീയ ദിനം എല്ലാ വർഷവും രാജ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇത്തവണ. കുറച്ചും കൂടി വൈഡായിട്ടാണ് ഇത്തവണത്തെ സെലിബ്രേഷൻ. അത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യത്തുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പുരോഗതി, ആ പുരോഗതി കൊണ്ട് ഉണ്ടാകുന്ന രാജ്യത്തിനും രാജ്യത്തിൻ്റെ പൗരന്മാർക്കും സ്വദേശികൾക്കും വിദേശികൾക്കൊക്കെ ഉണ്ടാകുന്ന നേട്ടം, ആ നേട്ടത്തിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ്. സാധാരണ സെലിബ്രേഷൻ അപ്പുറത്ത് സാധാരണ ചെറിയ ഒരു ദേശീയ ദിനം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വൈഡായിട്ട് ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ കാരണം ഇതുകൂടിയാണ്. കാരണം ഈ പുരോഗതി വഴി വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, അതുവഴി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു, രാജ്യം എക്കണോമിക്കലി വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അങ്ങനെ അതൊക്കെ പിന്നെ എല്ലാ അടിസ്ഥാന തരത്തിലും അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ ഇത്തരം സമയങ്ങളിൽ വലിയ സെലിബ്രേഷനായിട്ട് മാറും. സമസ്ത മേഖലയിൽ രാജ്യത്തുണ്ടാകുന്ന വലിയ പുരോഗതികൾ, രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവർക്ക് ലീഡേഴ്സിനുണ്ടാകുന്ന വിഷൻ, ഇതൊക്കെ ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലാൻഡിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോകം അത് അഭിമാനപൂർവ്വം കാണുമ്പോൾ, അതായത് ഒരു റോൾ മോഡലായിട്ട് ലോകം കാണുമ്പോൾ, സൗദി അറേബ്യ കാണുമ്പോൾ, വിദേശികളായി ഈ രാജ്യത്തൊക്കെ നമുക്ക് കൂടി അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷത്തിൻ്റെ സെലിബ്രേഷൻ കൂടിയാണ്. അപ്പോൾ വലിയ സാധ്യതകളാണ് ഈ രാജ്യത്ത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളും സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ അവസരങ്ങൾ തുറക്കുന്നുണ്ട്, ആ അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു വലിയ പുരോഗതിയിൽ ഉണ്ടാകുമ്പോൾ ചെറിയ ചില സംഭവങ്ങൾ, ചെറിയ മേഖലകളൊക്കെ തകരുകയും അല്ലെങ്കിൽ അതിന് വലിയ രീതിയിൽ ഈ ഒരു പുരോഗതിക്കൊപ്പം ഓടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാറ്റങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നമ്മളൊരു മേഖല മാറ്റേണ്ട സമയത്തിൻ്റെ ആ മേഖല തന്നെ മാറ്റി തിരിച്ച് ഈ ഒരു ഗ്രോത്തിൻ്റെ ഒപ്പം നമ്മൾ കൂടി വളരാം. രാജ്യം വളരുന്നതോടൊപ്പം നമ്മളും കൂടി വളരാനുള്ള ശ്രമം നടത്താം. അങ്ങനെ വളരാനുള്ള എല്ലാ സാധ്യതയും ഗവൺമെൻറ് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷൻ 2030 എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പരിവർത്തന പദ്ധതി അമീർ പ്രഖ്യാപിച്ച് 2030 അവസാനിക്കേണ്ട ഒരു പദ്ധതിയാണ്. അത് 2025-24 കഴിയുമ്പോഴേക്ക് തന്നെ 80% പൂർത്തീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ പൂർത്തീകരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് മന്ത്രാലയം തന്നെ വളരെ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം പ്രഖ്യാപനത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അവസരം വിദേശികളായ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ രാജ്യം നമുക്ക് തരുന്ന ചില പ്രയോറിറ്റികളുണ്ട്. ആ പ്രയോറിറ്റികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നമുക്കുണ്ടാകുന്ന ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ മുമ്പുണ്ടായ ചെലവ് കൂടുന്നതോ അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഉണ്ടാകും. അത്തരം നെഗറ്റീവുകൾ വ്യാപകമായി പ്രചരിപ്പിച്ച് ആ ഒരു ലോകത്ത് നമ്മളിങ്ങനെ നിൽക്കാതെ നമുക്ക് കിട്ടുന്ന പ്രയോറിറ്റി, നമ്മുടെ ജീവിതാധാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ മറ്റുള്ള രാജ്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഇതിലേക്ക് നമ്മൾ മാറി, ഈ പോസിറ്റീവ് ഇടത്തിലേക്ക് നമ്മൾ മാറിയിട്ട് ഈ രാജ്യത്തോടൊപ്പം നമ്മൾ ഉയരാൻ ശ്രമം നടത്താം. അതാണ് ഈ ദേശീയ ദിനത്തിൽ നമുക്ക് പങ്കുവെക്കുന്നത്. നമ്മളിവിടെ കണ്ട പോലെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനിൽ, യമനിൽ,
ഇന്ത്യക്കാർ, ബംഗാളികൾ എല്ലാവരും മൾട്ടി കമ്മ്യൂണിറ്റി, മൾട്ടി നാഷണാലിറ്റി നടത്തുന്ന ആഘോഷം, അതൊക്കെ ഒരു രാജ്യത്ത് നിന്നിട്ട് ആ രാജ്യത്തെ വിദേശികൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ രാജ്യം ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. പ്രത്യേകിച്ച് ഞാനൊക്കെ മലബാറിന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മലബാറിൻ്റെ ഒക്കെ ഒരു അഭിവൃദ്ധിൻ്റെ ഒരു വലിയ ഘടകം സൗദി അറേബ്യയാണ്. ആ ഒരു അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കോഴിക്കോട് പോലുള്ള വലിയ നഗരങ്ങളിലൊക്കെ അമ്പലചുംബികളായ ബിൽഡിങ്ങുകളും വലിയ മാളുകളും സമുച്ചയങ്ങളും പിന്നെ നിരത്തിലൂടെ ഓടുന്ന ഏറ്റവും ലക്ഷറി കാറുകൾക്കൊക്കെ പിറകിൽ ഈ മണ്ണ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കണം.